2025 കലാഭവൻ മണി സേവന സമിതി ചാരിറ്റബിൾ സൊസൈറ്റി അവാർഡ് ജനം ടിവിക്ക്. തിരുവനന്തപുരം ബ്യൂറോ സ്റ്റാഫ് റിപ്പോർട്ടർ രശ്മി കാർത്തിക, പ്രോഗ്രാം പ്രൊഡ്യൂസർ ദീപു കല്ലിയൂർ എന്നിവരാണ് അവാർഡിന് അർഹരായത്. കലാഭവൻ മണിയുടെ 54ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ വെച്ച് അവാർഡ് വിതരണ ചടങ്ങുകൾ നടക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അവാർഡുകൾ വിതരണം ചെയ്യും. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി നിർവഹിക്കും. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും അധികം വയലൻസുള്ള ചിത്രം എന്ന വിശേഷണവുമായി റിലീസ് ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയെ നെഞ്ചിലേറ്റി പ്രേക്ഷകർ. ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ് ലൈനിൽ ഒരുങ്ങിയ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകരും മികച്ച അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ ദേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ റിലീസിന് മുന്നേ തന്നെ ചർച്ചയായിരുന്നു. ക്രിസ്മസ് റിലീസായി 5 ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. റിലീസിന് മുമ്പ് തന്നെ ഓൺലൈൻ ബുക്കിംഗിൽ മികച്ച പ്രതികരണമായിരുന്നു സിനിമയ്ക്ക്. ഇടപ്പള്ളി വനിതാ തിയേറ്ററിലെ ആദ്യ ഷോയ്ക്കും പ്രേക്ഷകർ ഇരച്ചെത്തി. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും സിനിമയെ നെഞ്ചിലേറ്റുകയാണ്. മലയാളത്തിൽ ഇത്രയും വലിയൊരു വയലൻസ് മൂവി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മലയാളത്തിലല്ല, എനിക്കൊന്ന് ഇന്ത്യൻ മൂവിയിൽ കില്ലൊക്കെയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൊരു മൂവി. ഇത്രയും ഒരു റെബൽ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊരു പരീക്ഷണം വരുന്ന, എന്നാലും അടിപൊളി, ഒന്നും പറയാനില്ല. ആക്ഷൻ സ്റ്റാർ ആയിട്ടും മലയാളത്തിൽ വരാൻ സാധ്യത ഉണ്ണി മുകുന്ദനാണ്. സോ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാനുള്ള ഒരു ഗ്രേറ്റ് ലെവൽ വയലന്റ് ജോണറിലുള്ളൊരു മൂവി വന്നപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഫുൾ തിയേറ്റർ ഭയങ്കര ആവേശത്തിലായിരുന്നു. ആൻഡ് ഓൾസോ വിത്ത് എ ഫാമിലി സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ. നിർമ്മാതാവിന്റെ പ്രതിബദ്ധതയും കാഴ്ചപ്പാടുകളും സിനിമയുടെ വിജയഘടകങ്ങളാണെന്ന് ഉണ്ണി മുകുന്ദനും വ്യക്തമാക്കിയിരുന്നു. സിനിമയ്ക്കായി ഉണ്ണി മുകുന്ദൻ ഏറെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. KGF ഒക്കെ ഒരുക്കിയപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമോ ഇല്ലയോ എന്ന്. ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGFലെ റൈബസൂർ സാറിനെ കൊണ്ടുവന്നു. ഹനീഫിന് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാൻ ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച്, അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ പടം. ബോളിവുഡ് സിനിമകളായ അനിമൽ, കിൽ തുടങ്ങിയ ചിത്രങ്ങളുടേതുപോലെ സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളത്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊപ്പം മാർക്കോ നീങ്ങുമ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് പുതിയ ചരിത്രമാവാനൊരുങ്ങുകയാണ് മാർക്കോ. ജനം, കൊച്ചി.